ഷാർജയിൽ മരിച്ച വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ തീരുമാനം. ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. വിഭജികയുടെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനും ധാരണയായി. മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരും. വിഭജികയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഷമീർ അബ്ദുൾ നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. ഷമീർ, കുഞ്ഞിന്റെ മൃതദേഹം അവിടെ, അമ്മയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കും എന്ന ധാരണയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? വിനിൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈഭവി കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു തർക്കം നിലനിന്നിരുന്നു. ഈ കുട്ടിയുടെ മൃതദേഹം നിതീഷ് കൊണ്ടുപോവുകയും പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇടപെടുകയും മൃതദേഹം തിരികെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ച് സംസ്കരിക്കാതെ വെക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റും ഷാർജ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. അതായത് പിതാവിന് ഈ കുട്ടിയുടെ ശരീരത്തിൽ അവകാശമുണ്ട്. അത് ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ബോഡി ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിതാവിന് വിട്ടു നൽകുകയാണ് എന്നാണ് ഇപ്പോൾ ഷാർജ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്, ഷാർജ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ബോഡി ഇന്നിപ്പോൾ അവിടെ സംസ്കരിക്കാൻ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ വിഷയം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വരികയും പിതാവിന് ഇതിൽ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ മൃതദേഹം അവർക്ക് വിട്ടുകൊടുക്കാൻ അങ്ങനെ ഒരു ധാരണയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് എത്തിയിരിക്കുന്നു. വിഭജികയുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറാനും ധാരണയിലെത്തിക്കും. ആ മൃതദേഹം എത്രയും വേഗം നാളെ വൈകിട്ടോടുകൂടി തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതായത് ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കണമെന്ന്. പക്ഷേ ആ രാജ്യത്തിന്റെ നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ആ സംസ്കാരം ആ കുട്ടിയുടെ പിതാവിന്റെ അവകാശത്തിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. പിന്നെ ഉറപ്പായും സങ്കടകരമായ ഒരു വാർത്തയാണ്. തീർച്ചയായും അമ്മയുടെ മൃതദേഹം നാട്ടിലും മകളുടെ മൃതദേഹം അവിടെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത് ആ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ഇത് പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഷാർജയിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരമാണ് കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ അച്ഛൻ്റെ തീരുമാനപ്രകാരം അവിടെ തന്നെ സംസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിഭജികയുടെ മൃതദേഹം നാട്ടിൽ എത്തിച്ച് സംസ്കരിക്കും. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.